ഈ കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. അതിലെന്താ? അത് ഒരു പ്രാവശ്യം വന്നിട്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു, കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ എങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. അത് ഇതിനു മുമ്പാണേ, ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാണ്. അത് കാലഘട്ടം ഏതാണ് വർഷം? 2008-നും 2012-നും ഇടയ്ക്കാണേ. കറക്റ്റ് പറഞ്ഞിട്ട് എല്ലാം ഓർത്തെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നും മിനു മുനിയർ, ഉള്ള കാര്യം തുറന്നു പറയാലോ. ഞാൻ ഈ ബാലേന്ദ്രൻ്റെ കേസ് കേട്ട് ഞാൻ എന്താ പറയുക, മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം നമ്മുടെ വീട്ടുകാരും ഇതൊക്കെ കാണുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ചാനലും കാര്യങ്ങളും ബന്ധുക്കാരും ഒക്കെ കാണുന്നതാണ്. ഓക്കെ, ഞാൻ ആ വീഡിയോ ഇട്ടാത്തത് ഞങ്ങളുടെ ബന്ധു വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തായിരുന്നു ഈ ഒരു കാര്യം. ഞാൻ പറയുകയും ചെയ്തു, എൻ്റെ ചർച്ച ചെയ്ത് ഇതുകൊണ്ടാണ് മനസ്സ് ഒരുമാതിരി എന്താ പറയണ്ടേ, ഇത് പറഞ്ഞാലും നമുക്കൊരിതില്ലേ. ഓക്കെ, അപ്പം വീഡിയോയുടെ രീതിയിൽ അങ്ങ് ചെയ്യും. അങ്ങനെ അതാണ് ഇപ്പോൾ പുതിയൊരു സംഭവമായിട്ട് വന്നിരിക്കുന്നത്. ആദ്യം മുകേഷ് ആയിരുന്നു, ജയസൂര്യ, ബാലേന്ദ്രൻ, ഇപ്പോൾ ദേ കിടക്കുന്നു. ഇന്നലെ ലെനയുടെ പേര് വരെ എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇടുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി കലാമണിയെ കൊണ്ട് എന്താ കാഴ്ച വെപ്പിക്കാൻ വേണ്ടി. ഞാൻ ആലോചിക്കുക, ഈ ഒരു വട്ടം ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് എന്താ ഇവർ പഠിക്കാത്തത്, പിന്നെയും എന്തിനാ ചെന്ന് ചാടി കൊടുക്കുന്നത്? അപ്പോൾ ആരെവിടെ കുറ്റക്കാർ? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഈ വണ്ടിഭ്രാന്തന്മാരൊക്കെയാണല്ലോ. നമ്മൾ കൂടുതൽ ഇനി പറഞ്ഞാൽ വണ്ടിഭ്രാന്തന്മാർക്ക് ചിലപ്പോൾ ഭ്രാന്ത് കൂടിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ചേച്ചി വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് കാണുന്ന ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെയും പോട്ടെ, മീനു മുനിയറിൻ്റെ മക്കൾ ഇത് കാണുകയാണെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കൊച്ചു ഡോക്ടർ അങ്ങാണ്ട് പഠിക്കുമെന്ന് തോന്നുന്നു. അവരുടെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുകയല്ലേ. ഈ എൻ്റെ പൊന്നോ, നിങ്ങൾ ആലോചിക്കണം, ഈ പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് വിവരക്കേടും വിളിച്ച് പറയുമ്പം ഇത് കേൾക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാം, ഇതിലെല്ലാത്തിലും ചെന്ന് എന്താ പറയണ്ടേ, പെട്ട് എന്താ പറയണ്ട, ഈ ആപത്തുള്ള സമയത്ത് അടിച്ചു പൊളിച്ച് എല്ലാം ഇത് എന്താ പറയുക, ഒന്നും പറയുന്നില്ല. ഓക്കെ, വയസ്സായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്താ പറയണ്ടേ, പഴയ കാര്യങ്ങളൊന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല. മീൻസ് ഓക്കെ, അന്ന് ഫ്രീഡമായിട്ട് ഒക്കെ നിന്ന ആൾക്കാർ ഇപ്പം അവരവരുടെ കാര്യം നോക്കുന്ന, അപ്പോൾ ഒരു തോന്നലുണ്ടാവുമല്ലോ എന്നെ യൂസ് ചെയ്തതാണെന്നുള്ളത്. ആ ഒരു മൈൻഡിലാണ് ചേച്ചി. എന്തൊക്കെയോ അങ്ങ് വിളിച്ച് പറയുന്നു. പക്ഷേ എല്ലാം കള്ളവാന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും സത്യം കാണുമായിരിക്കാം, അത് തെളിയിക്കട്ടെ. ചില വീഡിയോയിലോട്ട് പോവാം. ഈ കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. അതിലെന്താ? അത് ഒരു പ്രാവശ്യം വന്നിട്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു, കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ എങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. അത് ഇതിനു മുമ്പാണേ, ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാണ്. അത് കാലഘട്ടം ഏതാണ് വർഷം? 2008-നും 2012-നും ഇടയ്ക്കാണേ. കറക്റ്റ് പറഞ്ഞിട്ട് എല്ലാം ഓർത്തെടുക്കണം. അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ചു, പുള്ളി ഇപ്പുറത്തിരുന്നു, വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി, മൺചേട്ടൻ്റെ അടുത്ത് പാടിപ്പോയി. അവിടെ ചെന്നേക്കും കുറേ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കായിരുന്നു. എന്നോട് ചോദിച്ചു, നീ അടിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ല, എനിക്ക് ഡ്രിങ്ക്സും വേണ്ട. എന്നാൽ നീ അവിടെ മാറിയിരുന്നു, എന്നോട് മാറ്റിയിരുത്തി. അപ്പം മണിച്ചേട്ടൻ അവിടെ നേരം ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞത്തേക്കും ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മണിച്ചേട്ടൻ വന്നു വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച പോരെ, നമുക്കൊന്ന് കൂടാന്നേ ബാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്നാൽ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം പേഴ്സണലായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കരുത്, എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് പരിചയപ്പെടുക ബാ അകത്തോട്ടിരിക്കാം. നമ്മളൊക്കെ അങ്ങനെയാണോ പരിചയപ്പെടുന്നത്? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നു ഈ തുമ്പത്ത് ചൊറിച്ചിലുള്ള ടീംസ് ആണെങ്കിൽ പോലും ബാ അകത്തോട്ട് കയറി ബാ ഇങ്ങനെ പറയുമോ? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടും. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ഇതുപോലെ വിവരം കെട്ട ഒരു സ്ത്രീയെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവരെക്കുറിച്ച് എന്തെവിടെ പറയണമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, എല്ലാവരും വന്ന് ഇവരോട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് എന്താ? പിന്നെ ഒരു കാര്യം മാത്രം, ഇവർക്ക് തന്നെ അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. പിന്നെയും എന്തിനാ ഈ ചെന്ന് പെട്ടുകൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ബാലേന്ദ്രൻ്റെ സാറിൻ്റെ വീഡിയോയ്ക്കകത്ത്, സാറെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബാലേന്ദ്രൻ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ, ആദ്യം ഒരു വട്ടം ചെന്ന് അവർക്ക് കണ്ട അനുഭവം കണ്ടുണ്ടായി, രണ്ടാമതും ചെന്ന്, മൂന്നാമതും ചെന്ന്, ഒന്ന് ആലോചിച്ചോ,
ഇപ്പം ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു നല്ലൊരു സ്ത്രീയായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അന്നൊരു അനുഭവം ഉണ്ടായിട്ട് പിന്നെയും എന്തിനാണ് കയറി ചെന്നത്? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. എന്താ പറയണ്ടേ, ഇപ്പം ന്യൂസ് ചാനലിൽ പോലും എന്താ പറയണ്ടേ, എനിക്ക് തോന്നുന്നു ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ഞാൻ പറയട്ടെ, ന്യൂസ് ചാനലിനോട് ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ വെക്കുക യൂട്യൂബിലാണെങ്കിൽ. കാരണം ആൾക്കാർ കയറും, കാരണം ഇവരുടെ കഥ കേൾക്കാൻ വേണ്ടി കയറിയിരിക്കും. വേണമെങ്കിൽ ഒരു മെമ്പർഷിപ്പും കൂടെ നിങ്ങൾ സെറ്റ് ചെയ്യും. ഇന്ന് ഒരു മാസത്തേക്ക് എങ്ങനായാലും കോടികൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത് എന്താ പറയണ്ടേ, സൈറ്റിൽ പോലും കിട്ടാത്ത കഥകളാണ് സത്യത്തിൽ ഇവർ വന്നിട്ട് പറയുന്നത്. അപ്പോൾ ചിലവർ ചോദിക്കും, നീ സൈറ്റിലൊക്കെ കയറുവോടാന്ന്. ഇങ്ങോട്ടൊന്നും ചോദിക്കല്ലേ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ കഥകളാണ് ചേച്ചി അടിച്ചു വിടുന്നത്. എന്തായാലും ബാക്കിയും കൂടെ ഞാൻ വെക്കാം. എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞു. ശരി എന്നാൽ. അപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖമൊക്കെ പോയി. എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എന്നെ, എനിക്ക് റൂട്ട് അറിയത്തില്ല, ഇങ്ങോട്ടെത്തുമ്പോൾ ജാഫർ കാണിച്ചു തന്നു. ഇങ്ങോട്ടേപ്പോൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കടകടാന്ന് ഓടിച്ച് ആ മെയിൻ റോഡിൽ എന്നെ കയറ്റി വിട്ടു. പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ശുദ്ധൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് എന്നെ ഡയറക്ടർ എടുത്തത്. ഞാൻ അവിടെ പോയി 3 ദിവസം അഭിനയിക്കുകയും ചെയ്തു. ചെയ്തത്തേക്ക് മണിച്ചേട്ടൻ പറഞ്ഞു, മിന്നുനെ വേണ്ട, പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ സോന നായരനെയോ ഗീതാ വിജയനെ അങ്ങനെ അവരെൻ്റെ എടുത്തിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അതിലൊന്നും ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല, ഞാനങ്ങ് പോന്നു. പിന്നെ ഒരിക്കൽ പെട്ടെന്നൊരു സ്റ്റേജ് ഷോ ബോംബെയിൽ, അതായത് കലാഭവൻ മണി നയിക്കുന്ന സ്റ്റേജ് ഷോ. അതിനകത്ത് ഞാൻ ദേവാനന്ദൻ്റെ കൂടെ എന്താണെന്നോടൊന്നും ആ പാട്ടുണ്ടായിരുന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ സോന സോന അതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളോട് അപ്പം എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തതാണ് നമ്മൾ. അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞേക്കും മണിച്ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു, ആദ്യമേ തന്നെ ദേവാനന്ദൻ്റെ കൂടെ പാടിയത് മണിച്ചേട്ടൻ കണ്ടില്ല, അറിഞ്ഞില്ല. അതുകൊണ്ട് ദേവാനന്ദൻ്റെ കൂടെ പാടി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, സോന വേണ്ടാന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തു. എൻ്റെ ഡാൻസും കട്ട് ചെയ്തു. ഇനിയൊന്നും ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് എന്ത് പറ്റി? അങ്ങനെ എന്നെ ഇതാക്കി. എനിക്കങ്ങ് സങ്കടം വന്നിട്ടൊന്നും വേണ്ട, ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് അപ്പം തന്നെ എന്തുകൊണ്ട് ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്ത് എൻ്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിൽ തിരിച്ചു പോന്നു. അതെന്താ മണിച്ചേട്ടൻ കാണിച്ചത് മോശമായി പോയല്ലോ. അതെന്ന് വെച്ചാൽ വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ അവർക്ക് അന്ന് ആ സ്റ്റേജ് ഷോയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്തതിന്. അവസാനം ചേച്ചി 2 ഇരട്ടി പൈസ എടുത്ത് സ്വന്തം പൈസ എടുത്ത് ഫ്ലൈറ്റും പിടിച്ച് നാട്ടിലോട്ട് തിരിച്ചു വരികയും ചെയ്തു. പിന്നെ കലാമണി കണ്ടപ്പോൾ കാല് പിടിക്കാൻ ചെന്നെന്നാണ് അവർ പറയുന്നത്. പിടിച്ചു കാണും. പിന്നീട് കാണുന്ന പുള്ളിക്കാരനെ കാണുന്ന ഇലഞ്ഞിക്കാവ് എന്ന് PO സിനിമയിലെ പുള്ളിക്കാരനുണ്ട്. അന്ന് ഞാൻ എൻ്റെ റൂമിലും പുള്ളി വന്ന് റൂമിൽ കെട്ടി. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, നല്ല സങ്കടം, ഒരുപാട് ബ്രാഗുമൊക്കെ ചെയ്താൽ ഞാൻ. അപ്പോൾ പുള്ളിക്കാരൻ കയറി വന്ന ഉടനെ അങ്ങ് പൊട്ടി കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ഞാനിങ്ങനെ ഇരിക്കുക, പുള്ളി ഇവിടെ ഇരുന്നിട്ട് എൻ്റെ കാലെടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു, ഇനി ആക്ടേഴ്സ് അല്ലേ, ഇനി അഭിനയിച്ച് കരയുന്നതാണെന്ന് ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കിയപ്പോൾ കുടുകുടാന്ന് കണ്ണുനീര് വരുന്നു. ഞാൻ പറഞ്ഞില്ല, മണിച്ചേട്ടൻ വിട്, എൻ്റെ കാലിന്ന് വിട്, ക്ഷമിച്ച് കാലിന്ന് വിട്, ഞാൻ അൺകംഫർട്ടബിളായി, എപ്പോൾ വേണമെങ്കിലും വീഴാം. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, ഞാനതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, അയ്യോ ഞാൻ എന്തോ ചെയ്തേന്, അങ്ങനെ കുറേ കരഞ്ഞ് പറഞ്ഞു. പുള്ളിക്കാരൻ ഡ്രിങ്ക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഒന്ന് നിർത്താവോ, കരച്ചിലൊന്ന് നിർത്ത് പ്ലീസ് പറഞ്ഞപ്പോൾ പരസ്യം നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇല്ല എന്നോട് ക്ഷമിച്ചോ? ഞാൻ പറഞ്ഞു ക്ഷമിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീനിങ് ആ പാട്ടൊക്കെ പുള്ളി എനിക്ക് കൊണ്ട് പാടുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, ഐ എം ഓക്കെ. അപ്പോൾ ഇനി പിണക്കമൊന്നും ഇല്ലല്ലോ? ഞാൻ പറഞ്ഞു, ഇല്ല പിണക്കമൊന്നുമില്ല. അങ്ങനെയാണ് പുള്ളിനെ ലാസ്റ്റ് കാണുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മകളും ഉണ്ട്, അവർക്കത് വിഷമാകും എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്? അല്ല, പുള്ളിക്കാരൻ ഒരുപാട് കേസുകളും അതൊക്കെ അവർക്ക് അറിയാമെന്ന് കാണുമായിരിക്കും ഓൾറെഡി. പുള്ളി ഒത്തിരി കേസ് കെട്ടുകളുണ്ടല്ലോ. അപ്പം പുള്ളി തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേറെ അറിയാം, പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഞാൻ പറയട്ടെ, ഉപ്പ് തിന്നുന്നവൻ എല്ലാവരും വെള്ളം കുടിക്കും. ഉറപ്പായിട്ടും ചേച്ചി വെള്ളം കുടിക്കും, ഉപ്പ് തിന്നവനാണ്. വെറുതെ ആ മക്കളെ പേരും കൂടെ എടുത്ത് ഇടാതെ, എൻ്റെ മക്കളായാലും അങ്ങനൊന്നും പറയാതെ, ചുമ്മാ കുളിയും കെട്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ ആ പാമ്പ് പിടിച്ചവർക്കും കൂടെ ഇപ്പം തന്നെ അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഉണ്ടാക്കി നിങ്ങൾ വെച്ചിരിക്കുക. സപ്പോസ് ഇപ്പോൾ അവർക്ക് എന്താ പറയണ്ട, അവർക്ക് സമ്മതമാണെങ്കിൽ പോലും നാണക്കേടാ. ഏത് രീതിയിലായിരിക്കും കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഏത് രീതിയിലാണ്. മോളിപ്പോൾ UK ലോങ്ങാണ്ടൊക്കെ അല്ലേ എന്തോ പഠിച്ചുകൊണ്ടിരിക്കില്ല, അതൊന്ന് ആലോചിക്കുക. ഇപ്പം നിങ്ങളൊന്നാലും ഇച്ചിരി സ്റ്റാർ വാല്യൂ ഇപ്പം ഇച്ചിരി സ്റ്റാർ വാല്യൂ ഒക്കെ ഉണ്ട്. സ്റ്റാർ വാല്യൂ ആണോ ഞാനൊന്നും പറയുന്നില്ല. അപ്പം ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. നാളെ നല്ലൊരു ബന്ധം അതിനൊക്കെ കിട്ടേണ്ടതാണ്, നിങ്ങളായിട്ട് അതില്ലാണ്ടാക്കരുത്. എന്നിട്ട് നമ്മുടെ റിപ്പോർട്ടർ ഉണ്ടല്ലോ,
നമ്മുടെ അരുൺ ചേട്ടൻ മുട്ടയടിച്ച് നിൽക്കുന്ന മഹാൻ, അദ്ദേഹത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട്. അയാൾ അങ്ങനെയാണ്, മറ്റേതാണ്, എന്നോട് ഇങ്ങനെ ചോദിക്കാനുള്ള റൈറ്റ്സ്. ആ ചോദിച്ചുകൊണ്ടല്ലേ നിങ്ങൾ എയറിലായത്? ചോദിക്കണം, ഇതുപോലുള്ള അതിനടുത്തൊക്കെ ചോദിച്ചേ പറ്റൂ. എന്നാലും നമുക്ക് അതിനെക്കുറിച്ചും സംസാരിക്കാം. അതുപോലെ തന്നെ സത്യം നമുക്ക് ഒരുപാട് നേരം ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയെങ്കിലും ആരായാലും, ഞാൻ തന്നെ ആയാലും അത് പുറത്തു വരും. എൻ്റെ കുട്ടികളുടെ കാര്യത്തിലായാലും പുറത്തു വരും. ഉപ്പ് തിന്നുന്നവൻ ആരായാലും വെള്ളം കുടിക്കും. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു, അത് കൊടുത്തിരുന്നോ? അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും. അങ്ങനെയൊന്നും ഇപ്പം എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ, അവരെ അപേക്ഷിച്ച് അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല, മീഡിയയിലൊന്ന് പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട്. അപ്പോൾ ഈ അരുൺ മുട്ട എങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി ഓവർ സ്മാർട്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം. ഞാൻ അതിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്യും. കാരണം നാളെ വേറൊരു കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അരുൺകുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. നിങ്ങളാരാ, അഡ്വക്കേറ്റോ അതോ കോടതി ജഡ്ജോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ വന്ന കുട്ടി ഇവിടെ എന്നെ ഇൻ്റർവ്യൂ ഇറങ്ങുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, മേലിൽ ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്, നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ആരും വരണ്ട. കാരണം നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ അപമാനിക്കുന്നത് ശരിയല്ല. നമ്മളൊരു സത്യം തുറന്നു പറയുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ സത്യം എന്താണെന്ന് അറിയണം. അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാം. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, എന്തെങ്കിലും കാര്യത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പറയട്ടെ, ഞാൻ ഐ വിൽ ബോ മൈ ഹെഡ്. അതിനു മുമ്പ് എന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഐ വിൽ ഫൈറ്റ് ആൻഡ് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. എന്നാലും എൻ്റെ അരുൺ ബ്രോ, നിങ്ങളുടെ ഒരു അവസ്ഥയെ എന്തായാലും അരുൺ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? മുകേഷ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചോദിച്ച ചോദ്യങ്ങൾ, എന്തിന് കാശ് ചോദിച്ചു, എന്തിന് ചോദിച്ചു? എൻ്റെ കുട്ടീനെ അല്ല, എൻ്റെ കുട്ടിയുടെ പൈസ പഠനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്, എന്നെ പീഡിപ്പിച്ചതല്ലേ, എനിക്ക് ചോദിച്ചുകൂടെ? ഇതൊക്കെ അവർ പറയുന്നത് ഒരു ന്യായമാണോ? ഒരാൾ നമ്മളെ ക്രൂരമായിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയണം, നമ്മുടെ എല്ലാം കുടുംബത്താണെങ്കിൽ അവൻ്റെ കാണത്തില്ല, പിന്നെ അത് വേറെ കാര്യം. നിങ്ങളെന്താ ചെയ്യുന്നത്? കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പൈസയൊക്കെ ചോദിച്ച് എന്നെ പീഡിപ്പിച്ചതല്ലേ എന്നും പറഞ്ഞിട്ട്. ചേച്ചി ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഞാനൊരു കാര്യം പറയാം, പിള്ളേർക്ക് പോലും ചിലപ്പോൾ നാളെ ഒരാൾ അവരെ കളിയാക്കരുത്, അത് ആരുടെയാണ്, ഇതെന്താണ്, നിങ്ങളൊക്കെ ഏത് ഇത് പെടുമെന്നൊക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദേവി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാതിരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ 100% നിങ്ങൾ പറയുന്ന കള്ളമെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ എവിടെയൊക്കെ ഉണ്ട്, ഏകദേശമൊക്കെ ഉണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യും. ചുമ്മാതെ വന്നിട്ട് എങ്ങനെയെങ്കിലും വിവാദം ഉണ്ടാക്കി എനിക്കിത് എന്താ ബിഗ് ബോസ് വല്ലതും കയറണോ? അതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ച് 25,000 30,000 ഒക്കെ വെച്ച് മേടിക്കണം, അപ്പോൾ കുറച്ച് എമൗണ്ട് ആവും. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. ബാലേന്ദ്രൻ്റെ കേസ് കേട്ടേ ഞാൻ തൊട്ടിട്ടില്ല. അയാൾ എന്തായാലും കേസുമായിട്ട് പോകാമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അയാൾ ഇന്നലെ ഇൻസ്റ്റയിലെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ കേസിൻ്റെ കാര്യമല്ല, പോവും എന്നുള്ളൊരു ഇത്. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണെങ്കിലാണ്. ബാലേന്ദ്ര സാറിൻ്റെ ആ ഒരു സംഭവത്തിൽ തന്നെ ഞാൻ മെയിനായിട്ട് എടുക്കാത്ത കുറേ വാചകങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫാമിലിയൊക്കെ കാണുന്നത്, അവർ പറയുന്നത് ഇതെന്താ പറയണ്ടേ, ഇപ്പം ന്യൂസിലൊക്കെ വരുന്ന കാര്യമാണ്, നോർമലായിട്ട് ആ കാര്യങ്ങൾ അത് പ്രസൻറ്റ് ചെയ്തങ്ങ് വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ. എന്നാലും നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ ബന്ധുക്കാർ അവരെയൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ്. പോരാത്തതിന് എന്താ പറയണ്ടേ, കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ എല്ലാവരുമായിട്ടും അടുത്ത് മിണ്ടാനും ഒക്കെ ഇത് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കേസേ തൊടാൻ പോകാഞ്ഞത് സത്യത്തിൽ. കാരണം അതുപോലത്തെ സംസാരമാണ് ഇവർ സംസാരിക്കുന്നത്. ഓക്കെ, എന്തായാലും മുട്ടച്ചേട്ടനെ കുഞ്ഞിനെതിരെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കാൻ പോവാണ്. എന്തായാലും കണ്ടറിയാം ഗൈസ്. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. തൊട്ട് അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക. ലവ് യു ഓൾ ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.